കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപം റെയിൽവേ സ്റ്റേഷൻ വരുന്നു. നേരത്തെ വന്നൊരു വാർത്തയാണ്. ആ വാർത്തയ്ക്ക് ഇപ്പോൾ സ്ഥിരീകരണം വന്നിരിക്കുന്നു. ഡിസംബറിൽ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ നിർമ്മാണം ആരംഭിക്കുമെന്ന് നമുക്കറിയാൻ കഴിയുന്നു. ബെന്നി ബെഹനാൻ എം പിക്ക് റെയിൽവേ ജനറൽ മാനേജർ രേഖാമൂലം ഇത് പ്രമാണിച്ച് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. 2010 ഉപേക്ഷിച്ച പദ്ധതിയാണ് വീണ്ടും ആരംഭിക്കുന്നത്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. വിഷ്ണു, ഗുഡ് മോർണിംഗ്. വിഷ്ണു, ഈ ട്രാക്ക് കുറച്ചുകൂടെ കൊച്ചിയിലെ വിമാനത്താവളത്തിന് നെടുമ്പാശ്ശേരിയിലെ വിമാനത്താവളത്തിൻ്റെ അടുത്തുകൂടി പോവുകയാണെങ്കിൽ ഈ എയർപോർട്ടിലേക്ക് യാത്ര ചെയ്യുന്ന ട്രെയിൻ യാത്രക്കാർക്ക് വലിയ സൗകര്യമാവും. ആ രീതിയിലുള്ള പദ്ധതിയാണോ അതോ ഇപ്പോഴുള്ള ട്രാക്കിനടുത്ത് തന്നെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാക്കാനുള്ള പരിപാടിയാണോ റെയിൽവേയുടെ മനസ്സിലുള്ളത്? ഇപ്പോഴുള്ള ട്രാക്കിനടുത്ത് തന്നെ റെയിൽവേ സ്റ്റേഷൻ നിർമ്മിക്കാനുള്ള ഒരു പദ്ധതിയാണ് നിലവിൽ ആലോചനയിലുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ഈ കൂടുതൽ 2010 ഈ പദ്ധതി ശിലാസ്ഥാപനമൊക്കെ നടത്തിയതാണ്. പക്ഷേ സാങ്കേതിക പ്രശ്നങ്ങൾ പറഞ്ഞാണ് പദ്ധതി വീണ്ടും നീണ്ടുപോയത്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസമാണ് ദക്ഷിണമേഖല റെയിൽവേ മാനേജർ ബെന്നി ബെഹനാൻ എം പിക്ക് ഇത്തരത്തിൽ ഈ ഉറപ്പ് നൽകിയത്. പദ്ധതി എത്രയും പെട്ടെന്ന് ഡിസംബറിൽ തന്നെ ആരംഭിക്കാനാകുമെന്ന ആവശ്യമെങ്കിൽ സിയാലിന്റെ കൂടി കുറച്ച് സ്ഥലം അറ്റാച്ച് ചെയ്തായിരിക്കും ഈ റെയിൽവേ സ്റ്റേഷന്റെ നിർമ്മാണം ആരംഭിക്കുക. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിൽ ഒന്നാണ് സിയാല്. അതോടൊപ്പം തന്നെ നിരവധി സഞ്ചാരികൾ പ്രതിപക്ഷം എത്തുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ഒരു ഇന്റഗ്രേറ്റഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം അതാണ് സംസ്ഥാന സർക്കാരും ഒക്കെ ലക്ഷ്യം വെക്കുന്നത്. അങ്ങോട്ടേക്ക് റെയിൽവേ സ്റ്റേഷൻ എത്തുന്നു, മെട്രോ സർവീസ് അങ്ങോട്ടേക്ക് നീട്ടാനുള്ള പദ്ധതിയുണ്ട്. ഒപ്പം വാട്ടർ മെട്രോ സർവീസ് അവിടെ ആരംഭിക്കാനുള്ള പദ്ധതികൾ ആലോചനയിലാണ്. അങ്ങനെ എല്ലാ മേഖലയും കൂടി സംയോജിപ്പിച്ചുകൊണ്ട് ഈ പ്രത്യേകിച്ച് വിമാനത്താവളവുമായി ബന്ധപ്പെട്ടുള്ള ടൂറിസം നടപടികൾ കൂടി വലിയ രീതിയിൽ ഒരു മേൽക്കൈ ഉണ്ടാക്കിയെടുക്കാൻ ഈ പുതിയ പദ്ധതി വന്നാലാകും. അതിന്റെ ആദ്യപടിയായാണ് റെയിൽവേ സ്റ്റേഷൻ നിർമ്മാണത്തിലേക്ക് കടക്കുന്നത്. അതിന്റെ പേപ്പർ വർക്കുകളൊക്കെ പുരോഗമിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ സ്ഥലം അറ്റാച്ച് ചെയ്ത് ബാക്കി നടപടിയിലേക്ക് കടക്കാനാകുമെന്ന പ്രതീക്ഷയാണ് ബെന്നി ബെഹനാൻ എം പി പങ്കുവെക്കുന്നത്. ആ പദ്ധതി യാഥാർത്ഥ്യമായാൽ അതൊരു വിപ്ലവ പദ്ധതിയായിരിക്കും. കൊച്ചിയുടെ സമഗ്ര വികസനത്തിന് മുതൽക്കൂട്ടാവുന്നു. കൊച്ചി എന്ന് മാത്രമല്ല, കേരളത്തിന്റെ തന്നെ ടൂറിസം വികസനത്തിനൊക്കെ വലിയ മുതൽക്കൂട്ടാവുകയും കാർഗോ ഷിപ്പിംഗിനടക്കം വലിയ മുതൽക്കൂട്ടാവുകയും ചെയ്യുന്ന ഒരു പദ്ധതിയായി അത് മാറുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എസ് കെ വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. എനിക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരോടും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന റെയിൽവേ സ്വാധീനിക്കാൻ കഴിയുന്ന കൃഷ്ണദാസിനെ പോലുള്ള ആൾക്കാരോടും പറയാനുള്ളത്, ഈ റെയിൽവേ സ്റ്റേഷൻ എന്തായാലും വരുന്ന സാഹചര്യത്തിൽ ആ ട്രാക്കും ആ റെയിൽവേ സ്റ്റേഷനും കൊച്ചി നെടുമ്പാശ്ശേരി എയർപോർട്ടിന് അടുത്തുകൂടെ തന്നെ പോകണം. ആളുകൾക്ക് നടന്ന് എയർപോർട്ടിലേക്ക് കയറാൻ പറ്റുന്നൊരു സാഹചര്യം ഒരുക്കണം. നമ്മൾ പുതിയതായി നിർമ്മിക്കുന്ന റെയിൽവേ സ്റ്റേഷനിൽ ദൂരെ കൊണ്ട് നിർമ്മിച്ച് പിന്നെ ആളുകൾ ഓട്ടോറിക്ഷ പിടിച്ച് എയർപോർട്ടിലേക്ക് പോകണം എന്ന് പറയുന്നൊരു അവസ്ഥ ഉണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലത്. പുതിയ കാലത്തെ നമ്മൾ സ്വപ്നം കാണുമ്പോൾ ജോൺ എഫ് കെന്നഡി എയർപോർട്ടിലൊക്കെ അമേരിക്കയിലൊക്കെ തന്നെ നമ്മൾ എയർപോർട്ടിൽ എത്തുമ്പോൾ തന്നെ മുകളിലൂടെ ട്രെയിൻ വന്ന് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. കാരണം എയർപോർട്ടിനകത്താണ് ട്രെയിൻ വന്ന് നിൽക്കുന്നത്. ആ ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കാൻ ചെറിയൊരു ദിശാമാറ്റം ഉണ്ടായാൽ മതി. അത് വലിയൊരു സംഭവമല്ല. അപ്പോൾ ആ ഒരു സംഭവത്തിന് വേണ്ടി എല്ലാവരും ശ്രമിക്കട്ടെ. കാര്യം ഇതൊരു അപൂർവമായ ഒരു അവസരം നമുക്ക് കൈവന്നിരിക്കുകയാണ്. നമ്മുടെ വാട്ടർ മെട്രോയും ഒക്കെ തന്നെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു തുടങ്ങിയ ഒരു കാലത്ത് ഈ ഗതാഗത സൗകര്യങ്ങളൊക്കെ ഒരു സ്ഥലത്ത് അടുത്തടുത്ത് ഉള്ളത് വളരെ സൗകര്യമാവും യാത്രക്കാർക്ക്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.